So welcome back to our channel. So നമുക്ക് ഇനി നോക്കാനുള്ളത് മൊഡ്യൂൾ 5 ഒരു ടോപ്പിക്കാണ് ടാർഗറ്റ് മെഷീൻ. അതായത് നമ്മൾ ഒരു അസംബ്ലി കോഡ് നമ്മൾ എഴുതാറിയല്ലേ, ഒരു അസംബ്ലി ലാംഗ്വേജിലെ കോഡ് നമ്മൾ രജിസ്റ്റർ ടു രജിസ്റ്റർ അഡീഷൻ ഇതൊക്കെ നമുക്ക് അങ്ങനത്തെ ഒരു ഉള്ളത്. അപ്പോൾ ടാർഗറ്റ് മെഷീൻ നമുക്കറിയാം, കമ്പൈലർ ഡിസൈനിൽ ലാസ്റ്റ് നമുക്ക് ഔട്ട്പുട്ട് ടാർഗറ്റ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യും. ആ ഒരു ടാർഗറ്റ് കോഡ് അല്ലെങ്കിൽ ആ ടാർഗറ്റ് മെഷീൻ്റെ കോസ്റ്റ്, ആ ഒരു ഓരോ കോഡിൻ്റെയും എത്ര കോസ്റ്റ് ഉണ്ടാവും, ആ കോസ്റ്റ് കണ്ടുപിടിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. ഓക്കെ, ടാർഗറ്റ് മെഷീനിൽ ഇൻസ്ട്രക്ഷൻ കോസ്റ്റ് കണ്ടുപിടിക്കുക. ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കിക്കോ. മൂവ് ബി കോമ R0 ആഡ് C കോമ R0 മൂവ് R0 കോമ A. സോ ഇതിൽ ഈ ഒരു 3 ഇൻസ്ട്രക്ഷനുണ്ട്. ഈ 3 ഇൻസ്ട്രക്ഷൻ്റെ കോസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കണം. സോ ഈ ഒരു ഇൻസ്ട്രക്ഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു ഇൻസ്ട്രക്ഷനിൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ കുറച്ച് റൂൾസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ കോസ്റ്റ് ഞാൻ കണ്ടുപിടിക്കാൻ വേണം. ഫസ്റ്റ് ഇൻസ്ട്രക്ഷനിൽ വേരിയബിൾസ്, ഏതൊരു വേരിയബിളാണ് A B C അങ്ങനെ ഏതൊരു വേരിയബിളിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, ആ വേരിയബിൾസിൻ്റെയൊക്കെ കോസ്റ്റ് എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. അതേപോലെ രജിസ്റ്റേഴ്സ്, ചുമ്മാ ഒരു രജിസ്റ്റേഴ്സ് R0 R1 R2 എന്ന് പറഞ്ഞ രജിസ്റ്റേഴ്സ് ആണെങ്കിൽ രജിസ്റ്റേഴ്സ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ R0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0. ഇനി ഇവിടെ നടക്കുന്ന പെർഫോം എന്താണ്? മൂവ് ബി കോമ R0. ബിയിലെ കണ്ടൻറ്റ് എങ്ങോട്ട് സ്റ്റോർ ചെയ്യുക? ഈ R0യിലോട്ട് സ്റ്റോർ ചെയ്യുക. ഓക്കെ, അങ്ങനെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും? സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ആ രജിസ്റ്ററിൽ ഇപ്പോൾ കണ്ടൻറ്റ് ഉണ്ട്, സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ആ രജിസ്റ്റർ എന്താവും? 1 ആവും. മനസ്സിലായോ? അപ്പോൾ ഇവിടുത്തെ ഈ ഒറ്റൊരു ഇൻസ്ട്രക്ഷൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 ആണ്. മനസ്സിലായോ? നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കിയാൽ ആഡ് C കോമ R0. ഇവിടെ C എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ കോസ്റ്റ് എന്തായിരിക്കും? 1 ആയിരിക്കും എപ്പോഴും. R0 സിംപ്ലി R0 ആയിട്ട് നിൽക്കുന്ന ടൈമിൽ ആ രജിസ്റ്റർ എപ്പോഴും 0 ആയിരിക്കും. ഇനി ആഡ് C കോമ R0. സിയും R0യും കൂടെ ആഡ് ചെയ്ത് R0യിലോട്ട് എന്ത് ചെയ്യാണ്? സ്റ്റോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആ ടൈമിൽ R0 വാല്യൂ എന്താവും? 1 ആവും. മനസ്സിലായോ? അപ്പോൾ അവിടുത്തെ കോസ്റ്റ് എന്താവും? 2. ഓക്കെ, ഇനി മൂവ് R0 കോമ A. അല്ല, R0 ഇവിടെ എന്താണ്? 0 ആണ്. A എന്താണ്? 1 ആണ്. ഇനി R0യിലെ കണ്ടൻറ്റ് എങ്ങോട്ട് മൂവ് ചെയ്യുകയാണ്? Aയിലോട്ട് മൂവ് ചെയ്യണം. അപ്പോൾ അവിടെ എന്താവും? 1 ആവും. ടോട്ടൽ ഇവിടെ എന്താവും? 2. സോ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 + 2 + 2 6. മനസ്സിലായോ? ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കിക്കോ. മൂവ് ബി കോമ A ആഡ് C കോമ A. രണ്ടും വേരിയബിൾസ് ആണല്ലേ. ഇപ്പോൾ ബിയുടെ കോസ്റ്റ് എത്രയാണ്? 1 ആണ്. എയുടെ കോസ്റ്റ് 1. ഇനി ബി എങ്ങോട്ട് മൂവ് ചെയ്തു? എയിലോട്ട് മൂവ് ചെയ്തു. അപ്പോൾ എയിൽ വീണ്ടും എന്താവും? 1 വരും. ഇനി C കോമ എയിലാണെങ്കിലോ സിയുടെ കോസ്റ്റ് 1, എയുടെ കോസ്റ്റ് 1. സിയിലെ കണ്ടൻറ്റും എയിലെ കണ്ടൻറ്റും ആഡ് ചെയ്ത് എങ്ങോട്ട് സ്റ്റോർ ചെയ്തു? എയിൽ സ്റ്റോർ ചെയ്തു. അപ്പോൾ അവിടെ അഡീഷൻ നടന്നപ്പോൾ 1. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 6. ഓക്കെ, ലാസ്റ്റ് ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. മൂവ് R1 കോമ R0 ആഡ് R2 കോമ R0. ഇവിടെ 2 രജിസ്റ്റേഴ്സ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ R1 എന്ന് പറഞ്ഞാൽ സ്റ്റിൽ R1 എന്തായിരിക്കും? 0 ആയിരിക്കും. ഇവിടുത്തെ R0 എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി R1ലെ കണ്ടൻറ്റ് R0യിലോട്ട് മൂവ് ചെയ്യുമ്പോൾ അവിടെ എന്താവും? 1 ആവും. അതേപോലെ സെക്കൻഡ് 1 ആദ്യം R2 എന്ന് പറയുമ്പോൾ സ്റ്റിൽ R2 എന്താണ്? 0 ആണ്. R0 എന്ന് പറഞ്ഞ രജിസ്റ്റർ 0 ആണ്. R2ലെ കണ്ടൻറ്റും R0യിലെ കണ്ടൻറ്റും ആഡ് ചെയ്ത് R0യിൽ ചെയ്യുമ്പോൾ അവിടെ എന്താവും? 1 ആവും. സോ ഇവിടുത്തെ കോസ്റ്റ് വന്നിട്ട് 1 + 1 2 ആയിരിക്കും. മനസ്സിലായോ? സോ ഇതാണ് ടാർഗറ്റ് മെഷീനിൽ ഇൻസ്ട്രക്ഷൻ കോസ്റ്റ്. ഓക്കെ.